ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ എളിയ വന്ദനം. ഒരു പ്രാവശ്യം കൂടെ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയാകുവാൻ ബലഹീനനായ എനിക്ക് വലിയവനായ ദൈവം തന്ന ഈ സൗഭാഗ്യകരമായ അവസരത്തെ ഓർത്ത് ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നാം ദൈവവചനത്തിന് മുമ്പാകെയാണ് ഇപ്പോൾ കൂടി വന്നിരിക്കുന്നത്. ഈ ദൈവത്തിൻ്റെ വചനം ഒരത്ഭുതകരമായ ശക്തിയാണ്. നമുക്കാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ഒരത്ഭുതകരമായ ശക്തിയുടെ ഉറവിടമാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കായാലും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാകുന്നു എന്നാണ് ദൈവവചനത്തെക്കുറിച്ച് അവിടെ അപ്പോസ്തലൻ പറയുന്നത്. നമ്മുടെ സന്ധിമജ്ജകളിലേക്ക് തുളച്ചു ചെല്ലാൻ കഴിയുന്ന ഒരു അത്ഭുതകരമായ സ്വർഗീയ ശക്തിയാണ് ദൈവത്തിൻ്റെ വചനം. ഈ വചനം നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം നമുക്ക് പ്രത്യാശ തരും, ഈ വചനം നമുക്ക് സമാധാനം തരും, ഈ വചനം നമുക്ക് വിശ്വാസം തരും, ഈ വചനം നമുക്ക് പാപബോധം തരും, ഈ വചനത്താൽ നമ്മെ ശുദ്ധീകരിക്കും. ഈ വചനമാണ് വാസ്തവത്തിൽ നമ്മെ വിശുദ്ധീകരിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി നമ്മളെ ഒരുക്കുന്നത്. ആ ദൈവവചനമാണ് നാം ഇപ്പോൾ കേൾക്കാൻ തുടങ്ങുന്നത്. നമ്മുടെ ഹൃദയത്തെ തുറന്നുകൊണ്ട് നാം ദൈവവചനത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ദൈവവചനത്തിലേക്ക് കടന്നു വരാം. 1 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായം 11-12 വാക്യങ്ങൾ നമുക്ക് ആദ്യമേ വായിച്ച് കേൾക്കാം. 1 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. ആകയാൽ താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിൽ കൂടെ പുതിയ നിയമസഭയ്ക്ക് തരുന്നതായ ഒരു നിർദ്ദേശമാണിത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ കൂടി ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന പുതിയ നിയമസഭയിലെ വിശ്വാസികളായ നമുക്ക് തരുന്ന ചില ബുദ്ധി ഉപദേശത്തിനായി തരുന്നതായ ചില ദൃഷ്ടാന്തങ്ങൾ. ഞാൻ കഴിഞ്ഞ കുറേ അവസരങ്ങളിലായി ദൈവത്തിന് വചനം നമുക്ക് പറഞ്ഞു തരുന്നതായ ചില ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. ഒന്ന്, ഇസ്രായേൽ മക്കൾ ഒരു ദൃഷ്ടാന്തമായിട്ട് നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വരച്ചു കാണിച്ച് ദൈവവചനത്തിൽ കൂടെ തരുന്നുണ്ട്. അതുപോലെ തന്നെ ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായിപ്പോയി. അവൾ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചില്ല. ഈ ലോകമായിരുന്നു ലോത്തിന്റെ ഭാര്യയുടെ ഹൃദയം നിറയെ. അതുകൊണ്ട് അവൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ നോഹയുടെ പെട്ടകം. പ്രിയപ്പെട്ടവരെ, നോഹ 120 വർഷക്കാലം ദൈവത്തിന് വചനം പ്രസംഗിച്ചുകൊണ്ട് ആ കാലത്ത് നടന്നു. എന്നാൽ ആരും തന്നെ നോഹയുടെ കുടുംബം ഒഴിച്ച് ബാക്കി ആരും അത് വിശ്വസിച്ചില്ല. അനേകർ, അന്നത്തെ ലോകം മുഴുവൻ ജലപ്രളയത്തിൽ നശിച്ചു എന്ന് നാം തിരുവചനത്തിൽ കൂടെ ചിന്തിക്കുകയുണ്ടായി. അതിനുശേഷം നാം ചിന്തിച്ചത് ശിംശോനെ കുറിച്ചാണ്. ശിംശോന്റെ ഉൾമുറിയിൽ പതിയിരിപ്പുകാരിരുന്നത് ശിംശോൻ അറിയാത്തത് കൊണ്ട് ശിംശോന്റെ ജീവിതത്തിൽ വലിയ കെടുതിയിലേക്ക് ശിംശോൻ വീഴുകയുണ്ടായി. അതിനുശേഷം നാം അവസാനമായി ചിന്തിച്ചത് പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന യൂദ ഇസ്കരിയോത്താവിനെ കുറിച്ചായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ ദ്രവ്യാഗ്രഹി ആയിരുന്നതുകൊണ്ട് ഈ കർത്താവിൻ്റെ കൂടെ 3-3.5 വർഷക്കാലം നടന്ന് അനേക അത്ഭുതങ്ങളും അടയാളങ്ങളെല്ലാം കണ്ടുവെങ്കിലും ഈ യൂദ അവസാനം കെട്ടിഞ്ഞാന്ന് ചത്ത് അവൻ്റെ ജീവിതം അവൻ അവസാനിപ്പിക്കുകയാണ്, നിത്യനരകത്തിലേക്ക് പോവുകയാണ് ഉണ്ടായതെന്ന് നാം ചിന്തിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ കൂടെ നമുക്ക് കാണിച്ചു തരുന്ന, ബുദ്ധി ഉപദേശിച്ചു തരുന്ന മറ്റൊരു ദൃഷ്ടാന്തം നമുക്ക് കാണാൻ കഴിയും. അത് മറ്റാരുമല്ല, പഴയ നിയമത്തിലെ യൂദ ഇസ്കരിയോത്താവ് എന്ന് പറയുന്ന ബിലയാം എന്ന് പറയുന്ന ഒരു പ്രവാചകനാണ്. അവൻ വാസ്തവത്തിൽ കള്ളപ്രവാചകനാണ്. പുതിയ നിയമത്തിലെ യൂദ ഇസ്കരിയോത്താവിനെ കുറിച്ച് നാം ചിന്തിച്ചു. അത് കർത്താവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനാണ്. എന്നാൽ പഴയ നിയമത്തിലെ യൂദ ഇസ്കരിയോത്താവാണ് വാസ്തവത്തിൽ ഈ ബിലയാം എന്ന് പറയുന്ന കള്ളപ്രവാചകൻ. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് പഴയ നിയമത്തിലെ യൂദ ഇസ്കരിയോത്താവ് എന്ന് ബിലയാമിനെ കുറിച്ച് പറയുന്നത്? പുതിയ നിയമത്തിലെ യൂദായും പഴയ നിയമത്തിലെ ബിലയാമും തമ്മിൽ, അവരുടെ ജീവിത രീതി തമ്മിൽ അനേക ബന്ധങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ,
ഈ ബിലയാമിനെ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് ജനത്തിന് കൊടുക്കുവാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്തതായ ഒരു മനുഷ്യനായിരുന്നു ബിലയാം. പക്ഷേ എന്ത് സംഭവിച്ചു പ്രിയപ്പെട്ടവരെ? സമ്മാനം കൊതിച്ച് സത്യത്തെ ത്യജിച്ചു കളഞ്ഞു. സമ്മാനം കൊതിച്ച് സത്യത്തെ ഒറ്റിക്കൊടുത്തു. യൂദായ്ക്ക് സംഭവിച്ചതല്ലേ? സമ്മാനത്തിന് വേണ്ടി, പണത്തിനു വേണ്ടി, ഈ ലോകത്തിലെ ദ്രവ്യത്തിന് വേണ്ടി യേശുക്രിസ്തുവിനെ, വിലതീരാത്ത നിധിയായ യേശുക്രിസ്തുവിനെ യൂദ ഒറ്റിക്കൊടുത്തു. അതുപോലെ തന്നെ വിലതീരാത്ത നിധിയായ യേശുക്രിസ്തുവിനെ പണത്തിനു വേണ്ടി, ദ്രവ്യത്തിനു വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഈ ബിലയാം ഒറ്റിക്കൊടുക്കുകയാണ്. ദൈവത്തെ തള്ളിപ്പറയുകയാണ്. ദൈവജനത്തെ ഒറ്റിക്കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നും അങ്ങനെയുള്ള പ്രവാചകന്മാരുണ്ട്. സ്ഥാനങ്ങൾക്ക് വേണ്ടി, മാനത്തിനു വേണ്ടി, പദവിക്ക് വേണ്ടി, മനുഷ്യരുടെ മാനത്തിനു വേണ്ടി, സമ്പത്തിനു വേണ്ടി സത്യത്തെ ത്യജിച്ചു കളയുന്ന പ്രവാചകന്മാർ ഇക്കാലത്തുമുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളതായ ഒരു മനുഷ്യനാണ് ബിലയാം എന്ന് പറയുന്നതായ കള്ളപ്രവാചകൻ. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ദൃഷ്ടാന്തമായി ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരികയാണ്. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ 430 വർഷക്കാലം ഫറവോന്റെ അടിമത്തത്തിലായിരുന്നു. എന്നാൽ ദൈവം മോശ മുഖാന്തരം അവരെ വിടുവിച്ച് ചെങ്കടൽ കടത്തി ഇതാ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യിക്കുകയാണ്. നമുക്കറിയാം, ചെങ്കടൽ കൂടെയുള്ള മരുഭൂമിയിൽ കൂടിയുള്ള യാത്രയിൽ കനാൻ ദേശത്ത് എത്തുവാൻ ഏതാണ്ട് 11 ദിവസത്തെ വഴി മാത്രമേ ഈ കനാൻ ദേശത്ത് എത്തുവാനായിട്ടുള്ളൂ. എന്നാൽ ഏതാണ്ട് 40 വർഷക്കാലം ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ അലഞ്ഞു തിരിയേണ്ടി വന്നു. എന്താണ് പ്രിയപ്പെട്ടവരെ കാര്യം? ഇസ്രായേൽ മക്കളുടെ അവിശ്വാസം, ദൈവവചനത്തിലുള്ളതായ അവിശ്വാസം, ദൈവവചനത്തോടുള്ളതായ അനുസരണക്കേട്, അവിശ്വാസവും അനുസരണക്കേടും മത്സര മനോഭാവവും ചോദ്യം ചെയ്യുന്നതായ പ്രകൃതവും പിറുപിറുപ്പിൻ്റെ സ്വഭാവവും മൂലം അവർ 40 വർഷക്കാലം മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് ആദ്യത്തെ തലമുറ മുഴുവൻ നശിക്കേണ്ടതായിട്ട് വന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ അവർ യാത്ര ചെയ്ത് ഏതാണ്ട് കനാൻ ദേശത്തോട് അടുത്ത് യോർദാന്റെ മറുകരയിൽ മോവാബ് ദേശത്ത് ഇസ്രായേൽ മക്കൾ ഇറങ്ങിയിരിക്കുന്നതായ ഒരു സമയം. മോവാബിരെ എന്ന് ഭരിച്ചുകൊണ്ടിരുന്ന രാജാവ് ബാലാക്കാണ്. സംഖ്യാപുസ്തകം ഈ സംഭവം എല്ലാം വിവരിച്ചിരിക്കുന്നത് സംഖ്യാപുസ്തകം 22-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. സംഖ്യാപുസ്തകം 22-ാം അധ്യായം ആദ്യത്തെ ചില വാക്യങ്ങൾ. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടിട്ട് 40 വർഷക്കാലം മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തു. പഴയ തലമുറയെല്ലാം മരിച്ച് മരുഭൂമിയിൽ മൺമറഞ്ഞു പോയി. എന്നാൽ ദൈവവചനം വിശ്വസിച്ച, ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്ന യോശുവയും കാലേബും മാത്രമേ ഈ സമയത്ത് അവിടെയുള്ളൂ. 22-ാം അധ്യായം 1 മുതലതായ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ട് യെരിഹോവിന്റെ സമീപത്ത് യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങി. ഇസ്രായേൽ അമോര്യരോട് ചെയ്തതൊക്കെയും സിപ്പോരിന്റെ മകനായ ബാലാക്ക് അറിഞ്ഞു. ജനം വളരെയായിരുന്നതുകൊണ്ട് മോവാബ് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കളെക്കുറിച്ച് മോവാബ് പരിഭ്രമിച്ചു. മോവാബ് മിദ്യാന് മൂപ്പന്മാരോട്, കാള വയലിലെ പുല്ല് നക്കിക്കളയുന്നത് പോലെ ഈ കൂട്ടം നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും നക്കിക്കളയുമെന്ന് പറഞ്ഞു. അക്കാലത്ത് മോവാബ് രാജാവ് സിപ്പോരിന്റെ മകനായ ബാലാക്കായിരുന്നു. പ്രിയപ്പെട്ടവരെ, അന്ന് മോവാബ് രാജാവായിരുന്ന ഈ ബാലാക്ക് വലിയൊരു കൂട്ടം ജനം ഇതാ നമ്മുടെ ദേശം ലക്ഷ്യമാക്കി വരുന്നു എന്നുള്ളതായ ഒരു വാർത്ത കേൾക്കുകയാണ്. വാസ്തവത്തിൽ അവർ ഭയപ്പെട്ടു പോയി. ഇവിടെ പറയുന്നത്, കാള വയലിലെ പുല്ല് നക്കിക്കളയുന്നത് പോലെ ഈ കൂട്ടം നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും നക്കിക്കളയുമെന്നാണ് പറയുന്നത്. ഈ ജനം നമ്മെ നശിപ്പിച്ചു കളയും, ഈ ജനം നമ്മെ നീക്കിക്കളയും, ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും, നമ്മെ ഇല്ലാതാക്കി കളയും. അങ്ങനെ ഒരു ഭയം മോവാബ് രാജാവിനും അദ്ദേഹത്തിൻ്റെ ജനത്തിനും ഉണ്ടാവുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇതിന് എന്താണ് ഒരു പോംവഴി? ഇവർ ആലോചിക്കുകയാണ്, എന്താണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി എന്താണ്? അതിൻ്റെ 5-ാമത്തെ വാക്യം വായിച്ചു കേൾക്കാം. അവൻ ബയോറിന്റെ മകനായ ബിലയാമിനെ വിളിപ്പാൻ അവന്റെ സ്വജാതിക്കാരുടെ ദേശത്ത് നദീതീരത്തുള്ള പെഥോറിലേക്ക് ദൂതന്മാരെ അയച്ചു. പ്രിയപ്പെട്ടവരെ, എന്താണ് സംഭവിക്കുന്നത്? ഈ ബാലാക്കിന് ബിലയാം എന്ന് പറയുന്ന ഒരു പ്രവാചകൻ അവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്നറിഞ്ഞ് ഈ ബാലാക്കിന്റെ ദൂതന്മാരെ ബിലയാമിന്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. എന്നിട്ട് എന്താണ് അവൻ പറയുന്നത്? 6-ാമത്തെ വാക്യം. ബാലാക്കിന്റെ ദൂതന്മാർ ബിലയാമിന്റെ അടുക്കൽ ചെന്ന് പറയുന്നത് എന്താണ്? 6-ാമത്തെ വാക്യം. അവർ എനിക്കെതിരെ പാർക്കുന്നു, നീ വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കണമേ. പ്രിയപ്പെട്ടവരെ, ബാലാക്ക് തന്റെ ദൂതന്മാരെ അയച്ച് ബിലയാമിനോട് പറയുകയാണ്, നീ വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കണമേ. അവർ എന്നേക്കാൾ ഏറ്റവും ബലവാന്മാരായിരിക്കുകൊണ്ട് പക്ഷേ അവരെ തോൽപ്പിച്ച്
ദേശത്ത് നിന്ന് ഓടിച്ചു കളയുവാൻ എനിക്ക് കഴിവുണ്ടായിരിക്കും. നീ അനുഗ്രഹിക്കുന്നവൻ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നീ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് നീ ഞാൻ അറിയുന്നു. ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞുകൊണ്ട് ബാലാക്ക് രാജാവ് ദൂതന്മാരെ ബിലയാമിന്റെ അടുക്കൽ അയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കുറെ സമ്മാനങ്ങളൊക്കെ ആയി ബിലയാമിന്റെ അടുക്കൽ ഈ ബാലാക്കിന് ദൂതന്മാർ ചെല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് വീണ്ടും അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കാം. അവൻ അവരോട്, ഇന്ന് രാത്രി ഇവിടെ പാർപ്പീൻ. ബാലാക്കിന്റെ ദൂതന്മാരോട് ബിലയാം പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ ഇന്ന് രാത്രി എന്റെ വീട്ടിൽ പാർക്ക്. യഹോവ എന്നോട് അരുളി ചെയ്യുന്നത് പോലെ ഞാൻ ദൈവസന്നിധിയിൽ ദൈവത്തോട് ഒരു ആലോചന ചോദിച്ചു നോക്കട്ടെ, ഞാൻ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കട്ടെ, ദൈവം എനിക്ക് എന്താണ് അരുളപ്പാട് തരുന്നതെന്ന് ഞാൻ ദൈവസന്നിധിയിൽ ഒരു ആലോചന ചോദിച്ചു പോകട്ടെ, ഞാൻ ദൈവത്തോടൊന്ന് ചോദിച്ചു നോക്കട്ടെ, ഞാൻ നിങ്ങളോട് ഉത്തരം പറയാമെന്ന് പറഞ്ഞു. ഞാൻ ദൈവം എനിക്ക് പറഞ്ഞു തരുന്നതായ മറുപടി ഞാൻ നിങ്ങളോട് പറയാം. അടുത്ത വാക്യം. മോവാബ്യ പ്രഭുക്കന്മാർ ബിലയാമിനോട് കൂടെ പാർത്തു. ആ. ദൈവം ബിലയാമിന്റെ അടുക്കൽ വന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദൈവം, വലിയവനായ ദൈവം ബിലയാമിന്റെ അടുക്കൽ വരികയാണ്. ദൈവം ബിലയാമിന്റെ അടുക്കൽ വന്നു. നിന്നോട് കൂടെയുള്ള ഈ മനുഷ്യർ ആരെന്ന് ചോദിച്ചു. ദൈവം ബിലയാമിനോട് ചോദിക്കുകയാണ്, ആരാണ് നിന്റെ ഈ വീട്ടിൽ വന്ന് പാർക്കുന്ന ഇവരാരാണ്? നിന്റെ കൂടെ പാർക്കുന്ന ഇവരാരാണ്? ബിലയാം ദൈവത്തോട്, ആ. ഒരു ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന് ഭൂതലത്തെ മൂടിയിരിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ ബിലയാം ആലോചന ചോദിക്കുകയാണ്. ദൈവമേ, ആ സംഭവം എല്ലാം വിവരിക്കുകയാണ്. എന്നിട്ട് 12-ാം വാക്യത്തിൽ ദൈവം ബിലയാമിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് പറയുന്നത്? ദൈവം ബിലയാമിനോട് നീ അവരോടുകൂടെ പോകരുത്, നീ അവരോടുകൂടെ പോകരുത്, ആ ജനത്തെ ശപിക്കുകയും അരുത്, ആ ജനത്തെ ശപിക്കുകയും അരുത്, അവർ അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു എന്ന് കൽപ്പിച്ചു. അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ ആലോചന ചോദിച്ച ബിലയാം എന്ന് പറയുന്ന പ്രവാചകന് ദൈവം വളരെ ക്ലിയർ ആയിട്ട്, വളരെ വ്യക്തമായിട്ട് അരുളപ്പാട് കൊടുക്കുകയാണ്. നീ ഇവരുടെ കൂടെ പോകരുത്, അവർ അനുഗ്രഹിക്കപ്പെട്ട ജനമാണ്, നീ അവരെ ശപിക്കരുത്, നീ അവരുടെ കൂടെ പോകരുത് എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ ബിലയാമിന് ദൈവത്തിന്റെ ആ ആലോചന അനുസരിച്ചാൽ മതിയായിരുന്നു. എന്നാൽ നാം തുടർന്ന് താഴോട്ട് വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ബിലയാം അനുസരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നാം പ്രകടമായി നോക്കിയാൽ ഒരു അനുസരണക്കേട് കാണുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുകയില്ല. വീണ്ടും അവരോട് പറയുകയാണ്. ഈ വിവരം ബാലാക്കിന്റെ ദൂതന്മാർ തിരിച്ചു ചെന്ന് ബാലാക്കിനോട് പറഞ്ഞു. അവർ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു. വീണ്ടും ആദ്യം കൊണ്ടുവന്നതിനേക്കാൾ അധികം സമ്മാനങ്ങളുമായിട്ട് വേറെ കുറെ ദൂതന്മാരെ കൂടെ ബിലയാമിന്റെ അടുക്കൽ അയക്കുകയാണ്. വീണ്ടും അതിന് 14-ാമത്തെ വാക്യം വായിക്കാം. മോവാബ്യ പ്രഭുക്കന്മാർ പുറപ്പെട്ട് ബാലാക്കിന്റെ അടുക്കൽ ചെന്നു. ബിലയാമിന് ഞങ്ങളോട് വരുവാൻ മനസ്സില്ല എന്ന് പറഞ്ഞു. ബാലാക്ക് വീണ്ടും അവരെക്കാൾ മാന്യരായ അധികം പ്രഭുക്കന്മാരെ അയച്ചു. അവർ ബിലയാമിന്റെ അടുക്കൽ വന്നവനോട്, എൻ്റെ അടുക്കൽ വരുന്നതിന് മുടക്കമൊന്നും പറയരുതേ, ഞാൻ നിന്നെ ഏറ്റവും ബഹുമാനിക്കും, നീ എന്നോട് പറയുന്നതൊക്കെയും ഞാൻ ചെയ്യാം, വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കണമേ എന്ന് സിപ്പോറിന്റെ മകനായ ബാലാക്ക് പറയുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വീണ്ടും അധികം സമ്മാനങ്ങളുമായിട്ട് ബിലയാമിന്റെ അടുക്കൽ ആളുകൾ വന്നപ്പോൾ വീണ്ടും ബിലയാം പറയുകയാണ്, നിങ്ങൾ ഈ രാത്രി ഇവിടെ പാർക്ക്, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക, ഞാൻ വീണ്ടും ദൈവത്തോടൊന്ന് ചോദിക്കട്ടെ. അങ്ങനെ ബിലയാം വീണ്ടും ദൈവത്തോട് ആലോചന ചോദിക്കുകയാണ്. അതിന് 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം നമുക്ക്. ആകയാൽ യഹോവ ഇനിയും എന്നോട് എന്തരുളി ചെയ്യുമെന്ന് ഞാൻ അറിയട്ടെ. ഇനിയും ദൈവം എന്നോട് എന്താണ് അരുളി ചെയ്യുന്നത്, ഞാൻ ഒന്നുകൂടെ ഒന്ന് ദൈവസന്നിധിയിൽ ഇരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അത് തന്നെ വ്യാജമല്ലേ? അത് തന്നെ പോഷ്കല്ലേ ഈ ബിലയാം കാണിക്കുന്നത്? ബിലയാമിന് വളരെ വ്യക്തമായ, കൃത്യമായ ഒരാലോചന, ഒരു വചനം ദൈവം കൊടുത്തിരുന്നു. ബിലയാമേ, നീ പോകരുത്, ഈ ജനത്തെ നീ ശപിക്കരുത്, അവർ അനുഗ്രഹിക്കപ്പെട്ട ജനമാണ്, അവർ എൻ്റെ ജനമാണ്, നീ ഇത് ചെയ്യരുത് എന്ന് വളരെ വ്യക്തമായ, വളരെ കൃത്യമായ ഒരു ദൈവിക ആലോചന ദൈവം ബിലയാമിന് കൊടുത്തതാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ രാത്രി 20-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം നമുക്ക്. രാത്രിയിൽ ദൈവം ബിലയാമിന്റെ അടുക്കൽ വന്നു. രാത്രിയിൽ ദൈവം ബിലയാമിന്റെ അടുക്കൽ വന്നു. നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഏതാണ്ട് 7 പ്രാവശ്യം ബിലയാമിന്റെ അടുക്കൽ ദൈവം വരുന്നുണ്ട്. ദൈവം ബിലയാമിനോട് സംസാരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ഈ വചന ഭാഗങ്ങളെല്ലാം വായിച്ചു നോക്കിയാൽ ബിലയാം വാസ്തവത്തിൽ ഒരു ആത്മീയനാണെന്നേ നമുക്ക് തോന്നുകയുള്ളൂ. ദൈവത്തിന്റെ വളരെ നിഷ്കളങ്കനായ ഒരു പ്രവാചകനാണെന്നേ നമുക്ക് തോന്നുകയുള്ളൂ. പക്ഷേ പ്രിയപ്പെട്ടവരെ, എന്താണ് സംഭവിച്ചത്? രാത്രിയിൽ ദൈവം ബിലയാമിന്റെ അടുക്കൽ വന്നു. ഇവർ നിന്നെ വിളിപ്പാൻ വന്നിരിക്കുന്നു എങ്കിൽ പുറപ്പെട്ട് അവരോടുകൂടെ പോക, എന്നാൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന കാര്യം മാത്രമേ ചെയ്യാവൂ എന്ന് കൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ബിലയാം വീണ്ടും ദൈവത്തിന്റെ ആലോചന നിരസിച്ച് അവന്റെ ഉള്ളിലെ ഈ ദ്രവ്യാഗ്രഹം വെച്ചുകൊണ്ട് അവൻ വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവനെ അനുവദിക്കുകയാണ്. അത് ദൈവത്തിന്റെ ഹിതമല്ല. വാസ്തവത്തിൽ ദൈവത്തിന്റെ ഹിതം എന്താണ് എന്ന് ദൈവം ബിലയാമിന് ആദ്യ സമയം തന്നെ ആലോചന പറഞ്ഞു കൊടുത്തതാണ്. എന്നാൽ ദൈവഹിതത്തിന് വിപരീതമായി വീണ്ടും ബിലയാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവനെ അനുവദിക്കുകയാണ്.
പ്രിയപ്പെട്ടവരെ, എന്താണ് സംഭവിച്ചത്? 21-ാമത്തെ വാക്യം വായിക്കാം. ബിലയാം രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് മോവാബ്യ പ്രഭുക്കന്മാരോടുകൂടെ പോയി. അവൻ പോകുന്നത് കൊണ്ട് ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവനോട് പറയുകയാണ് രാത്രിയിൽ 21-ാം വാക്യം, ബിലയാം രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് മോവാബ്യ പ്രഭുക്കന്മാരോടുകൂടെ പോയി. എന്നാൽ അവൻ പോകുന്നത് കണ്ട് ദൈവത്തിന്റെ കോപം ജ്വലിച്ചു എന്നാണ് നാം വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. എന്നെ നോക്കി ദൈവത്തിന്റെ ഭാവം എന്താണ്? ഞാൻ പോകുന്നത് കണ്ടുകൊണ്ട്, എൻ്റെ ജീവിത രീതി കണ്ടുകൊണ്ട് ദൈവത്തിന്റെ കോപം എൻ്റെ നേരെ ജ്വലിക്കുകയാണോ? ഇവിടെ ബിലയാം പ്രവാചകനല്ലേ? നാം ചിന്തിച്ചു നോക്കിയാൽ ദൈവത്തിന്റെ ആലോചന പ്രകാരമല്ലേ പോകുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം നമ്മുടെ ബുദ്ധിയിൽ. എന്നാൽ ദൈവം വളരെ കൃത്യമായും വ്യക്തമായും വളരെ സ്പഷ്ടമായുമുള്ള ആലോചന ദൈവം കൊടുത്തതായിരുന്നു, നീ പോകരുത് എന്ന്. എന്നാൽ അവൻ്റെ ഉള്ളിലൊരു ആഗ്രഹം എന്താണ്? അവന് പോകാനാണ് ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, ദൈവം ബിലയാമിനെ തടുത്തില്ല. എന്നാൽ ബിലയാം കഴുതയ്ക്ക് കോപ്പിട്ട് ഈ പോകുന്ന യാത്രയിൽ ദൈവത്തിന്റെ കോപം ജ്വലിക്കുകയാണ് ബിലയാമിന്റെ നേരെ. പ്രിയപ്പെട്ടവരെ, എന്നെ നോക്കി ദൈവത്തിന്റെ ഭാവം എന്താണ്? എന്നെ നോക്കി കർത്താവ് സന്തോഷിക്കുകയാണോ? അതോ എന്നെ നോക്കി കർത്താവ് കരയുകയാണോ? അതോ എന്നെ നോക്കി കർത്താവ് പുഞ്ചിരി തൂകുകയാണോ? അതോ എന്നെ നോക്കി കർത്താവ് കോപിക്കുകയാണോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കാറുണ്ടോ അങ്ങനെ? നിങ്ങളത് ദൈവസന്നിധിയിൽ നിങ്ങൾ തന്നെ ശോധന ചെയ്യാറുണ്ടോ? കർത്താവേ, എന്നെ നോക്കി നീ കരയുകയാണോ? എന്നെ നോക്കി നീ അനുതപിക്കുകയാണോ? നോഹയുടെ കാലത്ത് അന്ന് ദൈവം ജനത്തെ ഉണ്ടാക്കിക്കൊണ്ട് ദൈവം അനുതപിച്ചു എന്ന് വായിക്കുന്നുണ്ട്. നോഹയുടെ കാലത്ത് അന്ന് മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്നാണ് ദൈവം പറയുന്നത്. ദൈവം ഇസ്രായേലിന്റെ 1-ാമത്തെ രാജാവായി ശൗലിനെ അഭിഷേകം ചെയ്തുകൊണ്ട് ദൈവം അനുതപിച്ചു, ദൈവം വേദനിച്ചു, ദൈവം സങ്കടപ്പെട്ടു എന്ന് നാം 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം ഇസ്രായേലിന്റെ രാജാവാക്കി ശൗലിനെ അഭിഷേകം ചെയ്തുകൊണ്ട് ദൈവം അനുതപിക്കേണ്ടി വന്നു. പ്രിയപ്പെട്ട സഹോദര, നിനക്ക് ദൈവം തന്നതായ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം ഓർത്തിട്ട് ഇന്ന് നീ അനുതപിക്കുകയാണോ? ദൈവം നിന്നെ ഈ രംഗത്താക്കിയത് കൊണ്ട് ദൈവം അനുതപിക്കുകയാണോ? ദൈവം നിനക്കൊരു ജോലി തന്നതുകൊണ്ട് ദൈവം നിന്നെ നോക്കി വേദനിക്കുകയാണോ? അത് സങ്കടപ്പെടുകയാണോ? ദൈവത്തിന്റെ ഹൃദയത്തിന് വേദനയാണോ? പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം. ഞാൻ എന്നിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. ഞാൻ നിങ്ങളെ ആരെയും വിധിക്കാൻ വേണ്ടി പറയുന്നതല്ല. എന്നാൽ എന്നെ നോക്കി ദൈവം സന്തോഷിക്കുകയാണോ? എന്നെ നോക്കി ദൈവം കരയുകയാണോ? അതോ എന്നെ നോക്കി ദൈവം അനുതപിക്കുകയാണോ? അതോ എന്നെ നോക്കി ദൈവം കോപിച്ച് ജ്വലിക്കുകയാണോ? എൻ്റെ നേരെയുള്ള ദൈവത്തിന്റെ ഭാവം എന്താണ്? ദൈവത്തിന് ആരോടും മുഖപക്ഷമില്ലല്ലോ. ദൈവം മുഖപക്ഷം കാണിക്കുന്നവനല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം നോക്കിയിട്ട് ദൈവം സന്തോഷിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ അടുക്കൽ നഥനയേൽ വന്നത് കാണുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, എന്നെ നോക്കി കർത്താവ് എന്താണ് പറയുന്നത്? എന്നെ നോക്കി കർത്താവിൻ്റെ അഭിപ്രായം എന്താണ്? മനുഷ്യർ നമ്മെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുമായിരിക്കാം, പലതും പറയുമായിരിക്കാം. എന്നാൽ ജീവനുള്ള ദൈവം എന്നെ നോക്കി എന്താണ് പറയുന്നത്? നഥാനിയേലിനെ നോക്കി പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല എന്ന്. എനിക്ക് അങ്ങനെ ഒരു സാക്ഷ്യം കിട്ടുമോ? എന്നെ നോക്കി കർത്താവ് അങ്ങനെ പറയുമോ? എന്നെ നോക്കി കർത്താവ് സന്തോഷിക്കുകയാണോ? ബിലയാമിന്റെ യാത്ര കണ്ട് സ്വർഗത്തിലെ ജീവനുള്ള ദൈവത്തിന്റെ കോപം ജ്വലിച്ചു എന്നാണ് നാം വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനതിൽ തുടർന്ന് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. വീണ്ടും അതിന്റെ 23-ാം അധ്യായം 31-32 വാക്യം വായിക്കാം നമുക്ക്. അപ്പോൾ യഹോവ ബിലയാമിന്റെ കണ്ണു തുറന്നു. യഹോവയുടെ ദൂതൻ വാൾ ഊരി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ടു. സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. യഹോവയുടെ ദൂതൻ അവനോട്, ഈ 3 പ്രാവശ്യം നീ കഴുതയെ അടിച്ചതെന്ത്? ഇതാ ഞാൻ നിനക്ക് പ്രതിയോഗിയായി പുറപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, ദൈവം ബിലയാമിന് പ്രതിയോഗിയായി, ബിലയാമിനെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ബിലയാം യാത്ര ചെയ്യുന്ന ആ കഴുതയുണ്ടല്ലോ, അപ്പോൾ യഹോവ ബിലയാമിന്റെ കണ്ണു തുറന്നു. യഹോവയുടെ ദൂതൻ വാൾ ഊരി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൻ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉരിയാടാ കഴുത, വെറും മിണ്ടാപ്രാണിയായ കഴുത ഈ ബിലയാമിനോട് സംസാരിക്കുകയാണ്. എന്തൊരു അത്ഭുതമാണിത്! ലോക ചരിത്രത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. ഒരു മിണ്ടാപ്രാണിയായ കഴുത ഈ ബിലയാമിനോട് ദൈവത്തിന് വചനം പറയുന്നുവെന്ന് വിചാരിച്ചു കിടന്ന ഈ കള്ളപ്രവാചകനായ ബിലയാമിനോട് കഴുത സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിന്റെ വഴികൾ എത്ര മനോഹരമാണ്! ദൈവത്തിന്റെ വഴികൾ മനുഷ്യന്റെ ബുദ്ധിയിൽ മനസ്സിലാകുമോ? കഴുതിയിൽ കൂടിയാണെങ്കിലും ദൈവം മനുഷ്യനോട് സംസാരിക്കുകയാണ്. ഏതെല്ലാം പ്രകൃതി ശക്തികൾ കൂടിയാണ് ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നത്. എന്നിട്ട് അവസാനം ദൈവം പറയുന്നുണ്ട്, നിന്റെ വഴി നാശകരമെന്ന് ഞാൻ കാണുന്നു എന്ന്. ദൈവം പറയുകയാണ് ബിലയാമിനോട്, ബിലയാമേ, നിന്റെ വഴി നാശകരമാണ്.
നീ ഇപ്പോൾ യാത്ര ചെയ്യുന്ന ഈ വഴിയുണ്ടല്ലോ, അത് നാശത്തിന്റെ വഴിയാണ്. നീ അതിവേഗം മനം തിരിയുക, മാറുക. അവസരം കൊടുത്തു പ്രിയപ്പെട്ടവരെ, അവസരം കൊടുത്തു. എന്നാൽ ഈ ബിലയാമിന്റെ വഴി വിടാതെ, ആ നാശ വഴിയോട് യാത്ര പറയാതെ, വീണ്ടും ഈ സമ്മാനത്തിന്റെ പിന്നാലെ, ദ്രവ്യത്തിന്റെ പിന്നാലെ, ഇതാ മാനത്തിന്റെ പിന്നാലെ, മനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടി ബിലയാം വീണ്ടും അതേ വഴിയിൽ തുടരുകയാണ് പ്രിയപ്പെട്ടവരെ. അവസാനം എന്താണ് സംഭവിച്ചത്? 31 അധ്യായം 8 വാക്യം വായിക്കുമ്പോൾ അവിടെ ബിലയാം നാശത്തിലേക്ക് പോവുകയാണ് പ്രിയപ്പെട്ടവരെ. വാളിനിരയായിത്തീരുകയാണ്. നാശത്തിലേക്ക് ബിലയാം പോവുകയാണ്. അത് ഒഴിവാക്കാമായിരുന്നു പ്രിയപ്പെട്ടവരെ. എന്താണ് സംഭവിച്ചത്? വാസ്തവത്തിൽ ബിലയാമിന് നല്ല ആഗ്രഹമില്ലായിരുന്നു. ബിലയാമിനെ കണ്ടു കഴിഞ്ഞാൽ, ബിലയാമിന്റെ പ്രാർത്ഥനകളും ബിലയാമിന്റെ പ്രവർത്തനങ്ങളും കണ്ടു കഴിഞ്ഞാൽ ഒരു ശരിയായ ഒരു പ്രവാചകനായിട്ടേ നമുക്ക് തോന്നുകയുള്ളൂ. നല്ല ആഗ്രഹം ബിലയാമിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. 23 അധ്യായം 10 വാക്യം വായിക്കുമ്പോൾ ബിലയാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, ഒരു ഭക്തൻ മരിക്കുന്നത് പോലെ എനിക്ക് മരിച്ചാൽ മതിയെന്ന്. നല്ല ആഗ്രഹമല്ലേ പ്രിയപ്പെട്ടവരെ? അത് നല്ല ആഗ്രഹമല്ലേ? ഒരു ഭക്തൻ മരിക്കുന്ന പോലെ എനിക്ക് മരിക്കണം. ഇതെല്ലാം നാം വായിക്കുമ്പോൾ ബിലയാമിന്റെ പ്രവർത്തനവും പ്രാർത്ഥനയും നാം പരിശോധിച്ച് നോക്കിയാൽ ഒരു ശരിയായ പ്രവാചകനാണെന്നേ നമുക്ക് തോന്നുകയുള്ളൂ. വായിൽ നിന്ന് വരുന്ന പ്രാർത്ഥന നല്ല പ്രാർത്ഥനയല്ലേ? ഒരു ഭക്തൻ മരിക്കുന്ന പോലെ എനിക്ക് മരിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പുറമേയുള്ള നമ്മുടെ പ്രാർത്ഥനകളോ പുറമേയുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ കൊണ്ടോ ഇതൊന്നും സാധിക്കണമെന്നില്ല. നമുക്കറിയാം, കർത്താവിൻ്റെ അടുക്കൽ ഒരു പ്രമാണി, ധനവാനായ ഒരു പ്രമാണി, ഒരു ചെറുപ്പക്കാരൻ വന്നു. അവൻ്റെ ആഗ്രഹം കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് ദൈവരാജ്യത്തിലെത്തണം, എനിക്ക് നിത്യജീവൻ പ്രാപിക്കണം, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? കർത്താവിനോട് വഴിയെല്ലാം പറഞ്ഞു കൊടുത്തു. വഴി പറഞ്ഞു കൊടുത്ത അവസാനം അവൻ പറയുന്നത് എന്താണെന്നറിയാമോ? അവൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനത്തിങ്കൽ വിഷാദിച്ച് ദുഃഖിതനായി അവൻ പൊയ്ക്കളഞ്ഞു. അവൻ്റെ ആഗ്രഹം നല്ലതായിരുന്നു, പക്ഷെ അവൻ്റെ ലക്ഷ്യം ശുദ്ധമായിരുന്നില്ല. ബിലയാമിൻ്റെ ആഗ്രഹം നല്ലതാണ്, പക്ഷെ അവൻ്റെ ലക്ഷ്യം ശുദ്ധമായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ നല്ല നല്ല ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം. ദൈവരാജ്യത്തിൽ എത്തണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കാം. എന്നാൽ നമ്മുടെ ലക്ഷ്യം എന്താണ്? ബിലയാമിൻ്റെ ലക്ഷ്യം ഹൃദയത്തിലെ പ്രാർത്ഥനയുമായിട്ട് ചേരുന്നതായിരുന്നില്ല. പ്രാർത്ഥന നല്ല പ്രാർത്ഥനയായിരുന്നു. ഒരു ഭക്തൻ മരിക്കുന്ന പോലെ എനിക്ക് മരിക്കണം. പക്ഷേ ജീവിതത്തിൻ്റെ ലക്ഷ്യം വേറെയായിരുന്നു, ഹൃദയത്തിലെ ആഗ്രഹം വേറെയായിരുന്നു. സമ്മാനത്തിന് പിന്നാലെയായിരുന്നു ബിലയാമിൻ്റെ ഹൃദയം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, വിഗ്രഹാരാധികളുടെ നടുവിൽ നിന്ന് ദൈവം അബ്രഹാമിനെ വിളിച്ച് പുറപ്പെടുവിച്ചു. എല്ലാം വിട്ട്, വീടും നാടും എല്ലാം വിട്ട്, പിതൃഭവനം എല്ലാം വിട്ട് അബ്രഹാം ഇറങ്ങിത്തിരിച്ചു. ആ കൂടെ പോന്നയാളാണ് ലോത്ത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ലോത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഈ ലോകമായിരുന്നു ലോത്തിന്റെ ലക്ഷ്യം. ഈ ലോകത്തിലെ സമ്പത്തായിരുന്നു ലോത്തിന്റെ ലക്ഷ്യം. എന്ത് സംഭവിച്ചു നമുക്കറിയാം. എന്നാൽ അബ്രഹാമിന്റെ ലക്ഷ്യം എന്തായിരുന്നു? എബ്രായ ലേഖനം 11 അധ്യായം 8, 9, 10 വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. അബ്രഹാമിന്റെ ലക്ഷ്യം എന്തായിരുന്നു? പ്രിയപ്പെട്ടവരെ, ബിലയാമിന്റെ ലക്ഷ്യം ശുദ്ധമായിരുന്നില്ല. പ്രാർത്ഥന നല്ലതായിരുന്നു, പക്ഷേ ഹൃദയത്തിന്റെ ലാക്കും ലക്ഷ്യവും ഇത് ഈ ലോകമായിരുന്നു. ഈ ലോകത്തിലെ സമ്പത്തായിരുന്നു, സ്ഥാനമാനങ്ങളായിരുന്നു, പദവികളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവ വിളി കേട്ട് ഇറങ്ങി പുറപ്പെട്ട അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്തിന്റെ ലക്ഷ്യം ഈ ലോകത്തിലെ സമ്പത്തായിരുന്നു, ഈ ലോകത്തിലെ ഉയർച്ചയായിരുന്നു. എന്നാൽ അബ്രഹാമിന്റെ ലക്ഷ്യം എന്തായിരുന്നു? അബ്രഹാം സമ്പന്നനെല്ലാമായിരുന്നു, ഇഷ്ടംപോലെ സമ്പത്തുണ്ടായിരുന്നു. പക്ഷെ അബ്രഹാമിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. എന്താണ് അബ്രഹാമിന്റെ ലക്ഷ്യം? വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നുവെന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത വിശ്വാസത്താൽ അബ്രഹാം വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിന്റെ ലക്ഷ്യം എന്താണ്? ഈ ലോകത്തിലെ വലിയ വീടുകളല്ല, ഈ ലോകത്തിലെ സമ്പത്തല്ല. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുടെ നഗരത്തിനായിട്ടാണ് അബ്രഹാം ലക്ഷ്യം വെച്ചത്. അബ്രഹാമിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഇവിടെ കൂടാരങ്ങളിൽ പാർത്ത് കൂടാരം നീക്കി അടിച്ച് അബ്രഹാം ജീവിച്ചു. എന്നാൽ ലോത്ത് അങ്ങനെയായിരുന്നില്ല. നീരോട്ടമുള്ള പ്രദേശം, ഫലഭൂയിഷ്ടമായ പ്രദേശം നോക്കി നടന്ന് കൂടാരം നീക്കി അടിച്ചു. എന്നാൽ അബ്രഹാമിന്റെ ലക്ഷ്യം എന്തായിരുന്നു? അടിസ്ഥാനങ്ങളുള്ളതായ ഒരു നഗരം, ദൈവം ശില്പിയായി നിർമ്മിക്കുന്ന ഒരു നഗരം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ലക്ഷ്യം അതാണോ? നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടോ? ദൈവം ശില്പിയായി നിർമ്മിക്കുന്ന ഒരു നഗരം എനിക്കുണ്ട്, ഒരു അടിസ്ഥാനങ്ങളുള്ളതായ ഒരു നഗരമുണ്ട്. ഈ ഭൂമിയിലെല്ലാം നശിച്ചു പോകുന്നതാണ്, ഇവിടെ നിലനിൽക്കുന്നതായ നഗരം ഇല്ലല്ലോ എന്ന് ദൈവത്തിന് വചനം പറയുന്നുണ്ട്. നിലനിൽക്കുന്ന നഗരം ഇവിടെ ഇല്ല. ഇവിടെ നാം എന്തെല്ലാം സമ്പാദിച്ചാലും, ഇവിടെ നാം എന്തെല്ലാം നേടിയാലും, ഇവിടെ നാം എന്തെല്ലാം സ്വന്തമാക്കിയാലും ഇവിടെ നിലനിൽക്കുന്നത് ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. മരണക്കിടക്കയിൽ ശവക്കുഴിക്കരികെ വരെ മാത്രമേ എല്ലാം നിലനിൽക്കുകയുള്ളൂ. ഈ 6 അടി മണ്ണിൽ നമ്മുടെ എല്ലാം തീരാനുള്ളതാണ്. എന്നാൽ വിലതീരാത്ത നിധി, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിന് വേണ്ടി അബ്രഹാം കാത്തിരുന്നു. പ്രിയപ്പെട്ടവരെ, മോശ എന്തിനു വേണ്ടിയിട്ടാണ് കാത്തിരുന്നത്?
ഇതേ അധ്യായം തന്നെ 24, 25 വാക്യം നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 11 അധ്യായം 24, 25, 26 വാക്യം. അവിടെ മോശ എന്തിനു വേണ്ടിയിട്ടാണ് കാത്തിരുന്നത് നമുക്കറിയാം. മോശയുടെ ലക്ഷ്യം എന്തായിരുന്നു? വിശ്വാസത്താൽ മോശതാൻ വളർന്നപ്പോൾ വിശ്വാസത്താൽ മോശതാൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നുണ്ടെങ്കിലും ചെയ്തു. പ്രിയപ്പെട്ടവരെ, അതായിരുന്നു മോശയുടെ ലക്ഷ്യം. വേണമെങ്കിൽ അടുത്ത ഫറവോയായി മിസ്രയീം കൊട്ടാരത്തിൽ വാഴാമായിരുന്നു. അതെല്ലാം വേണ്ട എന്ന് വെച്ചു. കാരണം അതെല്ലാം ഇവിടെ നിലനിൽക്കുന്നതായ അടിസ്ഥാനമുള്ള നഗരമല്ല എന്ന് മോശയ്ക്ക് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലക്ഷ്യം എന്താണ്? ഈ ലോകമാണോ നമ്മുടെ ലക്ഷ്യം? ഈ ലോകത്തിലെ സമ്പത്താണോ നമ്മുടെ ലക്ഷ്യം? ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങളാണോ നമ്മുടെ ലക്ഷ്യം? നമ്മുടെ ലക്ഷ്യം എന്താണ് പ്രിയപ്പെട്ടവരെ? ഈ വിലതീരാത്ത നിധിയാണോ? അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായം 7 മുതലുള്ളതായ വാക്യങ്ങളിൽ അപ്പോസ്തലൻ നമ്മോടൊരു ഒരു കാര്യം നമുക്ക് നിർദ്ദേശിച്ചു തരുന്നുണ്ട്. എന്താണ്? നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോസ്തലൻ പറയുകയാണ്, ഇഹലോകത്തിലേക്ക് നമ്മൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിച്ചു നോക്കി, വെറും കൈയായിട്ടല്ലേ ഇവിടെ വന്നത്? ദൈവം തന്നതല്ലാതെ എന്താണുള്ളത്? ഇവിടെ വരെ ദൈവമല്ലേ എത്തിച്ചത്? ഈ ആയുസ്സുവരെ ദൈവമല്ലേ നിലനിർത്തിയത്? ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം ദൈവത്തിന്റെ ദാനമല്ലേ, ദൈവത്തിന്റെ കൃപയല്ലേ? ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. വെറും കൈയായിട്ടാണ് നാം എല്ലാം വന്നത്. ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്ന് നമുക്ക് ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. ഇവിടെ നമ്മുടെ ഇന്ന് സ്വന്തമെന്ന് നാം വിചാരിക്കുന്നത്, നമുക്ക് സ്വന്തമായിട്ടുള്ളത്, ഇതൊന്നും കൊണ്ടുപോകാനും കഴിയുകയില്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കാം. പറയുകയാണ്, ഒരു വിശ്വാസിയുടെ ചിന്താഗതി എങ്ങനെയായിരിക്കണം? ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം പറയുകയാണ്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ എന്ന്. പ്രിയപ്പെട്ടവരെ, നാം ഈ ലോകത്തെ പ്രതി നിത്യജീവൻ ഒരിക്കലും നഷ്ടമാകരുത്. എന്താണ് നമ്മുടെ ലക്ഷ്യം? നിത്യജീവൻ. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ദൈവം ഒരുക്കുന്നുണ്ട്. അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് യേശു ക്രൂശിൽ മരിച്ചത്, അവന്റെ ജീവൻ വെടിഞ്ഞത്, അവന്റെ തിരുരക്തം ചിന്തിയത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ പ്രിയപ്പെട്ടവരെ? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ആ നഗരത്തിന്റെ അവകാശിയായി തീരണമെന്ന് നിങ്ങൾക്കിപ്പോൾ ആഗ്രഹം വരുന്നുണ്ടോ? ഈ ലോകത്തോട് നിങ്ങൾക്ക് യാത്ര പറയാൻ തോന്നുന്നുണ്ടോ? ഈ ലോക ഇമ്പങ്ങളോട് യാത്ര പറയാൻ തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കാൻ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അരികത്ത് നിൽക്കുന്ന ക്രിസ്തുവിനോട് നിങ്ങൾക്ക് വാക്ക് പറയാം, യേശുവേ, ഈ ലോകം വെറും ചപ്പെന്നും ചവറെന്നും ഞാൻ എണ്ണുന്നു. ഈ ലോകത്തോട് ഞാൻ യാത്ര പറയുന്നു. എൻ്റെ ജീവിതം ഞാൻ നിന്റെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം, നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. നമുക്ക് ദൈവത്തോടൊരു വാക്ക് പറയാം. യേശു ക്രിസ്തുവിന്റെ അരികത്ത് വന്ന് നിൽക്കുകയാണ്. അവനോട് നിങ്ങൾ വാക്ക് പറയുക, യേശുവേ, എൻ്റെ ഈ നിസ്സാരമായ ജീവിതം, ഈ അല്പായുസുള്ള ജീവിതം ഞാൻ യേശു ക്രിസ്തുവിന്റെ ആണിപ്പാടുള്ള മുറിഞ്ഞ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുകയാണ്. എന്നെ ഒന്ന് തൊടണമേ, എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ, നിത്യജീവന്റെ അവകാശിയാക്കി തീർക്കണമേ, എൻ്റെ മേൽ നിന്റെ തിരുരക്തത്തിന്റെ മുദ്രയിടണമേ. ഞാനിതാ എന്നെ തന്നെ മുഴുവനായി നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞാൻ യേശു ക്രിസ്തുവിന്റെ ഒരു കാതുളച്ച അടിമയായി ഇന്നു മുതൽ ഞാൻ ജീവിക്കുമെന്ന് യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ ഞാൻ വാക്ക് പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാൻ. കരുണയുള്ള കർത്താവേ, അവിടെ നിങ്ങൾ കേൾപ്പിച്ച വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി ഞങ്ങളെ അവിടെ നിന്ന് ഒരുക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ട എല്ലാ മക്കളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. നിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കണമേ. യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.